പറയാനായിട്ടില്ല ഒന്ന്. ഗുഡ് മോർണിംഗ് ടു ഓൾ. കോഫി ടോക്ക് 7 AM program hosted by JC നിലമ്പൂർ ഗോൾഡൻ വാലി ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽ സൈഡ് കോൾ ടു ഓർഡർ. ഇന്ന് 959ാമത്തെ സെഷനാണ്. നമുക്ക് നമ്മളുടെ JCയുടെ തന്നെ ഒരു വിഷണറി ലീഡറായ JFM ബിനീഷ് ബാലുശ്ശേരിയാണ് ഇന്നത്തെ ട്രെയിനർ. അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നതിനായി അവരുടെ തന്നെ നാട്ടുകാരി ബാലുശ്ശേരിക്കാരിയായ ശ്രീജിന ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ, താങ്ക് യു ഫോർ ദി പ്രിവിലേജ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സുപ്രഭാതം തന്നെയാണ് ഇന്ന്. കാരണം ഈ ഒരു മനോഹരമായ പ്രഭാതത്തില് നമ്മള് എന്താ പറയാ പോസിറ്റീവ് എനർജികൾ മുന്നോട്ട് കൂട്ടുക എന്ന് ഉപരി പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഈ കോഫി ടോക്കിന്റെ ഈ മനോഹരമായ പ്രഭാതത്തിൽ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നതിനോട് ആണ് എന്റെ കർത്തവ്യം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ ചെയർ മനോജ് സാറ് തന്നെയാണ്. അപ്പോ ഇത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഷെയർ ചെയ്തിട്ടുള്ള മനോജ് സാറിനെയാണ്. മനോജ് സാറ് ഈ ഒരു വേദിയിലേക്ക് ക്വിസ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനു കൂടിയുള്ള സ്വാഗതമായിട്ട് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വന്നത് ഞങ്ങളുടെ സ്വന്തം ബാലുശ്ശേരിയുടെ ചാപ്റ്റർ പ്രസിഡന്റും കൂടാതെ ബാലുശ്ശേരിയുടെ മുഖമുദ്രയായ ഡെക്കോ ഫർണിച്ചർ ഉടമസ്ഥനുമായ നമ്മുടെ ബിനീഷ് ബാലുശ്ശേരി ആണ്. അദ്ദേഹത്തെ ഞാൻ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ സ്വന്തം കോർഡിനേറ്റേഴ്സ് മുജീബ് സാർ, രേഖാമ്മ, അതുപോലെ തന്നെ ശ്രീജ് സാർ, ഹിഷാം സാർ, ഇവരെയും നമ്മുടെ ഈ ഒരു കോഫി ടോക്കിലേക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ എന്നും ഈ പോസ്റ്റേഴ്സ് മനോഹരമാക്കി തരുന്ന ഉസ്മാൻ സാറെ സ്വാഗതം ചെയ്യാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഫ്ലോറിന്റെ ഹൃദയസ്പർശിയായ ഭാഗം എന്ന് പറയുന്നത് കാരണവർമാരാണ്. കുറെ കാരണവർമാർ ഇതിലുണ്ട്. തലയിൽ എന്താ പറയാ തല നരച്ചത് മാത്രമല്ല, നമ്മളെ മുന്നോട്ട് നയിക്കാൻ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ കബീർ സാറ്, അതേപോലെ തന്നെ നാഗേഷ് സാറ്, ബേബി സാറ്, മല്ലിക മാം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രാധാകൃഷ്ണൻ സാറൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. കൂടാതെ ചുറുചുറുക്കോട് കൂടി നമ്മുടെ ഈ ഒരു വേദിയെ എപ്പോഴും മനോഹരമാക്കി തീർന്ന കുറെ ചുള്ളൻ ചെക്കന്മാരും എന്താ പറയുക ലേഡീസും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയും സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ചെയർമാൻ. ഓവർ ടു ചെയർ. താങ്ക് യു ശ്രീജന ടീച്ചർ, താങ്ക് യു വെരി മച്ച്. നല്ല മനോഹരമായ ഒരു വെൽക്കം സ്പീച്ച്. അതും ഇന്നത്തെ നമ്മുടെ ട്രെയിനറുടെ നാട്ടുകാരിയാണ് ബിനീഷ് സാറിന്റെ. ബിനീഷ് സാറ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സെഷൻ വിഷൻ ആൻഡ് വിഷനറി ലീഡർഷിപ്പ്, നല്ലൊരു വിഷൻ, എല്ലാ കാര്യങ്ങളിലും നല്ലൊരു വിഷനുള്ള ഒരു ലീഡറെ തന്നെയാണ് നമുക്ക് ഇന്ന് ആ സെഷൻ എടുക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. ജെക്വൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD ആണ് അദ്ദേഹം. ഡെക്കോ ഫർണിച്ചർ, അതുപോലെ സിനോവ സോഫാസ് ആൻഡ് ഇന്റീരിയേഴ്സ് തുടങ്ങി ഒട്ടേറെ സംരംഭങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. JC ബാലുശ്ശേരിയുടെ ചാർട്ടർ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ജേക്കോ മലയാളം ചാപ്റ്റർ ചെയർമാൻ ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വായിച്ചു. അദ്ദേഹത്തിന് ഒരു കൃത്യമായ വിഷൻ ഉണ്ട്. നമ്മളൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വളരെ എഴുതി വെച്ചൊരു വിഷൻ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് വായിച്ചു. ടു ബിൽഡ് ഗ്ലോബലി റെസ്പെക്റ്റഡ് ബ്രാൻഡ്സ്, create employment opportunities, mentor future entrepreneurs, and leave a lasting legacy of excellence, integrity, and service. To establish business that operate with world-class systems while contributing meaningfully to society. വെറുതെ കുറെ പൈസ ഉണ്ടാക്കലും മാത്രമല്ല, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറെ മീനിങ് അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തോട് വളരെ പ്രതിബദ്ധതയുള്ള ഒരു ലീഡർ തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാലുശ്ശേരിയുടെ ചാർട്ടർ പ്രസിഡന്റ്, ഒരു JC ചാപ്റ്റർ ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നവർ തന്നെയാണ് ചാർട്ടർ പ്രസിഡന്റ് ആവുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ടോപ്പിക്കില് വിഷൻ ആൻഡ് വിഷനറി ലീഡർഷിപ്പില് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you, Chairman, and a wonderful welcome, Srijina, and all. ഇതിനകത്തുള്ള ഒരുപാട് ഇപ്പം ശ്രീജിന പറഞ്ഞ ഒരുപാട് നല്ല മുഖങ്ങൾ, ഒരുപാട് പ്രായം ചെന്നുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ആൾക്കാരെ നയിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ലീഡേഴ്സിന്റെ മുമ്പിലാണ് ഇന്നൊരു സെഷൻ എടുക്കുന്നതിനുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ
ഞാൻ JCI സോൺ ഇന്ത്യയുടെ സോൺ ട്രെയിനർ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു സെഷൻസ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. അതിലുപരി ഇപ്പൊ മനോജ് സാർ പറഞ്ഞ മാതിരി ജീവിതത്തിൽ എപ്പോഴും ഒരു വിഷണറി ലീഡർ ആവുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഒരു ആഗ്രഹമാണ്, അല്ലെ? ഒരു യാത്രക്കാരൻ ഒരു നിർമ്മാണ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ ഒരു 3 പേര് അവിടെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കോട് ആദ്യത്തെ 3 ആൾക്കാർ അവിടെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ആളോട് അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോ ആ ഉത്തരം കേട്ട് അയാള് രണ്ടാമനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള സെയിം ചോദ്യം അയാളോട് വീണ്ടും ആവർത്തിച്ചു, മറ്റേ രണ്ടാമത്തെ ആളോടും. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കുടുംബത്തിന് വേണ്ടി ഉപജീവനം കണ്ടെത്തുകയാണ് എന്നുള്ള ഉത്തരമാണ് രണ്ടാമത്തെ ആൾ കൊടുത്തത്. മൂന്നാമത്തെ ആളെടുത്ത് അയാൾ അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്, ഞാൻ 100 കണക്കിന് വർഷം നിലനിൽക്കുന്ന ഒരു മഹത്തായ ആരാധനാലയം നിർമ്മിക്കുകയാണ്. മൂവരും ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അവരുടെ വിഷൻ വ്യത്യസ്തമായിരുന്നു, അല്ലെ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോൾ കല്ല് വെട്ടുകയാണോ, അതോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ, അല്ലെങ്കിൽ ഒരു പൈതൃകം സൃഷ്ടിക്കുകയാണോ? ഇത് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ സ്വയം ആ ഒരു ചോദ്യം നിങ്ങളെ ഉള്ളിലേക്ക് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ 1 മിനിറ്റ് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ചെയ്യണ്ട, കണ്ണടയ്ക്കണ്ട, കാരണം പിന്നെ കണ്ണടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് വെക്കുക. 1 മിനിറ്റ് നിങ്ങളുടെ ക്യാമറയിലേക്ക് ഒന്ന് വിട്ടിട്ട് നിങ്ങളെ കണ്ണുകൾ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഈ 4 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും, നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരിക്കും എന്നുള്ളത്, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത്, സമൂഹം നിങ്ങളെ എങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ഉപയോഗിച്ചിട്ട്. 2030 ആവുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിർവചിക്കുന്ന ഒരു വാക്ക്, നിങ്ങളെക്കുറിച്ച് ഒരാള് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. ചാറ്റിൽ വന്നോട്ടെ. നിങ്ങളെക്കുറിച്ച് സെൽഫായിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പൊ പറയാ നമ്മൾ ട്രസ്റ്റ്ഫുൾ, അല്ലെ? അതൊരു സിംഗിൾ വേർഡാണ്. അതുപോലുള്ള നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒറ്റ വാക്ക്. ആരെക്കുറിച്ച് ഒരു വാക്കും പറയാനില്ലേ? ട്രെയിനർ എന്നുള്ള രീതിയിൽ ഒരു സാറ് പറഞ്ഞു, ഡെഡിക്കേറ്റഡ് പേഴ്സൺ. മനോജ് പറഞ്ഞു ഹോണസ്റ്റ്. താങ്ക് യു. ബാക്കിയുള്ള ആൾക്കാരെ സക്സസ്ഫുൾ പേഴ്സൺ. യെസ്. ഉസ്മാൻ പറഞ്ഞു വേറെ ലെവല്. കണ്ടോ, അതാണ് വേറെ ലെവല്. യെസ്. ഇറ്റ്സ് എ ഡൈനാമിക് ട്രെയിനർ. ഹെൽപ്ഫുൾ മെന്റാലിറ്റി. സിമ്പിൾ. അസീസ് സാറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോ നമ്മള് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളെ കുറിച്ച് നമ്മളെ ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളെ കുറിച്ച് എന്ത് ആള് സംസാരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫില് ഒരു 2030 ആവുമ്പോ ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് എസ് എ വിഷണറി ലീഡറായി മാറണം എന്നുള്ളതാണ് 2030. കാരണം നമ്മള് ഒരു കൃത്യമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത്, നമ്മളൊരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർ ആകുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്ട്രക്ചറൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അവിടെയാണ് നമ്മള് സാമ്പാർ ഒഴിച്ചോട്ടെ ശ്രീജന, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോ നമ്മള് വിഷൻ എന്നുള്ള
ഒരു ഏരിയ നമ്മൾ എടുക്കുക. നമ്മൾ വാട്ട് ഈസ് വിഷൻ അല്ലെ? അതിനു മുമ്പായി ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ ഡ്രീം എന്നുള്ളത് നമ്മൾ ഇല്ല ചിന്തിക്കാറ്. ഡ്രീം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഡ്രീമിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടാവും, ഗോളിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടാവാം, വിഷനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടാവാം. വാട്ട് ഈസ് ഡ്രീം? ഒരാളെ ഒന്ന് മ്യൂട്ട് സംസാരിക്കും, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വാട്ട് ഈസ് ഡ്രീം? ഭാവിയിൽ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നിരന്തരം നമ്മുടെ മനസ്സിലിട്ട് താലോലിക്കുന്നതിനെയാണ് ഡ്രീം എന്ന് പറയുന്നത്. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം? ഡ്രീം ഈസ് സംതിങ് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. ഓക്കെ, താങ്ക് യു. വേറെ വ്യത്യസ്തമായ അഭിപ്രായം? ഉറക്കം കെടുത്തുന്നവയാണ് സ്വപ്നം, ഉറക്കം കെടുത്തുന്നവ അല്ലെ? ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പിക്ചർ ഈസ് ഇൻ യുവർ മൈൻഡ് വിത്തൗട്ട് ലിമിറ്റ് അല്ലെ? ഒരു ലിമിറ്റും ഇല്ല ഡ്രീം അല്ലെ? സ്വപ്നം കാണുന്ന എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു സ്വപ്നം കാണാൻ പറഞ്ഞാൽ പോലും നമ്മുടെ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? ഞാനിപ്പം പറയാറുണ്ട്, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിങ്ങൾ ഏകദേശം 2030 ആവുന്ന സമയത്ത് എത്ര കോടി ടേൺ ഓവർ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു 100 കോടി എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടുന്ന് സാർ എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 1000 കോടി സ്വപ്നം കാണാൻ എന്താ കുഴപ്പം അല്ലെ? നമ്മൾ ഡ്രീംസിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് താഴോട്ട് വെക്കും നമ്മള് അല്ലേ? നമ്മളങ്ങനെ നമുക്ക് ഇത് ഡ്രീംസ് പറയുന്നത് വിത്തൗട്ട് ലിമിറ്റ് ആണ്. നമുക്ക് ഒരു ലിമിറ്റും ഇല്ലാതെ നമുക്ക് സ്വപ്നം കാണാം. നമുക്ക് എവിടേക്ക് പോകണമെന്നോ അതിനൊന്നും കൃത്യമായ പ്ലാനിങ് ഒരു സാധനം ഒന്നും വേണ്ട. സ്വപ്നം കാണുന്ന എന്താ പ്ലാനിങ് ആവശ്യമുണ്ടോ? ഒരു പ്ലാനിങ് ആവശ്യമില്ല. നമുക്ക് കാർ ഏതാ മേടിക്കുന്നതിന് നമുക്കൊരു പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല, ഒരു ആവശ്യമില്ല സ്വപ്നം കാണുന്ന ഏരിയയിൽ. അപ്പോ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നത് വിത്തൗട്ട് ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് നിങ്ങൾ എന്താ പറയാ സ്വപ്നം കാണുമോ? നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. വാട്ട് ഈസ് ഗോൾ? നമുക്കൊരു ഇന്ററാക്ടിങ് ആയിട്ട് പോകട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്താണ് ഗോൾ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ. ഗോൾ നമ്മുടെ ലക്ഷ്യം. അതെ, ദ സ്റ്റെപ്സ് യു പ്ലാൻ ആൻഡ് കമ്മിറ്റ് ടു അച്ചീവ് അല്ലെ? ഒരു ഫിക്സ്ഡ് ഡെസ്റ്റിനേഷൻ. അതെ, നമ്മൾ എടുക്കുന്ന ഒരു കമ്മിറ്റ് ടു അച്ചീവ്, നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് വിഷൻ? നമ്മൾ അതിലേക്ക് നമ്മളെ ഒരു എത്തിച്ചേരാനുള്ള നമ്മുടെ കാഴ്ചപ്പാട്. വേറെ നമ്മൾ നേടിയെടുക്കും എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഡ്രീം അല്ലേ? അല്ല, ഒരു രൂപരേഖ ഉണ്ടാക്കി വെക്കുക. യെസ് യെസ് അല്ലെ? ദ ക്ലിയർ ഇമേജ് ഓഫ് യുവർ ഫ്യൂച്ചർ അല്ലെ? നമ്മള് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദ ഇമ്പാക്ട് യു വാണ്ട് ടു ക്രിയേറ്റ്, നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള കൃത്യമായ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം ഡ്രീം എന്ന് പറയുന്നത് ലിമിറ്റ്, നമുക്ക് ഒരു ലിമിറ്റും വേണ്ട. ഗോൾ എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്, നമ്മൾ എവിടേക്ക് എത്തേണ്ടത് എന്നുള്ളത്. വിഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇമേജ് ആണ്, എങ്ങനെയാണ്, എന്താണ്, എവിടേക്കാണ് എന്നുള്ളതിന്റെ കൃത്യമായ ഇമേജ്. റോഡ് മാപ്പ് അല്ലെ? നമ്മൾ എവിടേക്കാണ് എത്തുന്നുള്ള റോഡ് മാപ്പാണ് കൃത്യമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ വിഷൻ എന്നുള്ള ജസ്റ്റ് ആ ഒരു വേർഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഫസ്റ്റ് വി ഫോർ വിഷ്വലൈസ് അല്ലെ? നമ്മളെ ലൈഫില് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം രൂപപ്പെടണം അല്ലെ? നമ്മളെ മൈൻഡിൽ ആദ്യം രൂപപ്പെടണം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അല്ലെ? എവിടേക്കാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ് ഫോർ ഐ ആണ് അല്ലെ? അടുത്ത അക്ഷരം വരുന്നത് ഐ ഫോർ ഐഡന്റിഫൈ. നമ്മൾ എവിടേക്കാണ്, എന്താണ് നമ്മുടെ വിഷൻ, എന്താണ് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം അല്ലെ? അല്ലാതെ നമ്മളൊരു കൃത്യമായിട്ട് ഒരു കാര്യം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാതെ നമുക്കൊരു വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ?
നമ്മളെ തലച്ചോറിലേക്ക് നമ്മൾ എത്തിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളെ വിഷ്വലൈസേഷനിൽ കയറി വരും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അത് ചെറിയ കാര്യമല്ല. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ കയറി വരും. ഈ കയറി വരുന്നതിനൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ എന്താണ്, ഞാൻ എവിടേക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷൻ എന്താ പറയാ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് അക്ഷരം എന്താണ് വരുന്നത്? എസ് ആണ് വരുന്നത് അല്ലെ. എസ് ഫോർ സിംപ്ലിഫൈ ചെയ്യണം. അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് സിംപ്ലിഫൈ ചെയ്യുക. നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു ഭയങ്കരമായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. നമുക്ക് എന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിനെ കൃത്യമായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതിനെ ഇപ്പൊ വിഷനെ നമ്മളൊരു ലക്ഷ്യം നമ്മൾ നിർണ്ണയിക്കുകയാണ്. അത് നിർണ്ണയിക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഒരു അരമണിക്കൂർ സമയമാണുള്ളത്. അപ്പൊ അരമണിക്കൂറിന്റെ ഉള്ളിൽ ആണ് നമ്മൾ ഓടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കാരണം ഇതിനകത്തുള്ള ട്രെയിനേഴ്സ് നല്ല നോളേജ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വാക്ക് തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വിഷ്വലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു അല്ലെ. ഈ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഒക്കെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇംപ്രൂവ് ചെയ്യണം. നമ്മുടെ വിഷനെ കണ്ടു, വിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇംപ്രൂവ് ചെയ്യണം. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് സ്ട്രക്ചറൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിലെന്തെങ്കിലും നമ്മൾ ഒരാഴ്ച പോകുന്ന സമയത്ത് നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് അഡോപ്റ്റ് ചെയ്ത് ആ രീതിയിലേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു കാര്യങ്ങളൊക്കെ കിട്ടി, എല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലോ അവിടെ ആ ഒരു വിഷൻ അവിടെ അവസാനിച്ചു അല്ലെ. അപ്പോൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഓർഗനൈസ് ചെയ്യുക അല്ലെ. ഓർഗനൈസ് ചെയ്യുക. കാരണം ഇവിടെ ഇപ്പൊ ഇത് 958 കാര്യമാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കട്ട ഉണ്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ് ക്ലാസ് മുതൽ ഈ 958 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരുപാട് ആൾക്കാർ കുണ്ട ഇറക്കിയിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ ആൾക്കാര് ആ കട്ടകള് എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി ഒരു ബിൽഡിങ് പണിതിട്ടുണ്ടാവും. തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, തന്റെ സമൂഹത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, തന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, തന്റെ വെൽത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും ഇതിനകത്ത് കിട്ടിയ കട്ടകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന നോളജസ് ഉപയോഗിച്ച് നിങ്ങൾ അതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം, സ്ട്രക്ചറൈസ് ചെയ്യണം. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കട്ട എടുത്തു വെച്ചിട്ടാണ് അടുത്ത കട്ട അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഒരു വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്ത് കാര്യങ്ങളായിരിക്കും അതിനെ കൃത്യമായിട്ട് സ്ട്രക്ചറൈസ് ചെയ്ത് നമ്മൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് കിട്ടുന്ന സാധനം അത് എവിടെയാണ് അത് വെക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം അതിനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ലാസ്റ്റത്തെ അക്ഷരമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ലാസ്റ്റത്തെ അക്ഷരം എന്തായിരിക്കും എന്നുള്ളത്? വിഷന്റെ എൻ ലാസ്റ്റ് എൻ ആണ്. റിസൾട്ട് എൻ. എന്തായാലും സാറിന് താങ്ക് യു. കാരണം പ്രതികരിക്കാനുള്ള മനോഭാവമാണ് ഏറ്റവും വലിയ വേണ്ടത്. ഓക്കെ, താങ്ക് യു. നർച്ചർ. ഓക്കെ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നൗ ഇതിന്റെ ഭാഗമാണ്. അതിലൊക്കെ ഉപരി നെവർ ക്വിറ്റ്.
നമ്മൾ ഇതിനകത്ത് കിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെ? നമ്മളൊരു വിഷ്വലൈസ് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് എല്ലാ സാധനവും കുറെ കട്ട കുറുക്കി വെച്ചു, ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്തു. പക്ഷെ നമ്മൾ വാർക്കാൻ മറന്നുപോയി. കാര്യമുണ്ടോ ആ ബിൽഡിംഗ് കൊണ്ട്? ഒരു കാര്യമില്ല. അപ്പോ നമ്മള് അതിനകത്ത് കിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. ഫാമിലി ലെവലിലെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം, സമൂഹത്തിൽ നിന്നുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം, പേഴ്സണൽ ലെവലിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലങ്ങൾ വരും. കാരണം നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കാണാത്ത ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ഡ്രീം ചെയ്യാൻ പഠിക്കുകയാണ്, നമ്മൾ നന്നായിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്, നമ്മൾ നന്നായിട്ട് വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. ആ വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ആൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിക്കോളുന്നില്ല. ഞാൻ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ബിസിനസ്സിൽ ഒരു 6 കോടി 7 കോടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 2030 100 കോടി ടേൺ ഓവറിലേക്ക് പോകും എന്ന് ഞാൻ പറയുന്ന സമയത്ത് എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. പോരാത്തത് എന്റെ ബ്രെയിനിന് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവനെ കൊണ്ട് നടക്കുവോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവും. ആ ബ്രെയിനിന്റെ ആ ചോദ്യത്തിന് ഉത്തരമാണ് വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തുള്ള വീട്ടുകാരെ ഇത്തരത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരമല്ല വിഷൻ. നമ്മളെ ഫ്രണ്ട്സിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല വിഷൻ. നമ്മുടെ സെൽഫായിട്ടുള്ള ബ്രെയിനുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് വിഷൻ. ഒരിക്കലും അടുത്തുള്ള ആൾക്കാരൊന്നല്ല നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്നത്, സെൽഫാണ്. നമ്മളിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു? അതാ ഞാൻ പറഞ്ഞത്, ഈ 958 പ്രോഗ്രാംസ് ഇവിടെ കഴിഞ്ഞ സമയത്ത് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ 958 മൊഡ്യൂളുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. 958 കട്ട പെറുക്കി വെച്ച ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. അവര് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ സാറ് ആ ഇത്രയും ദിവസത്തെ ഈ ക്ലാസ് ഉപയോഗിച്ച് സാറ് ഗംഭീരമായിട്ട് ഓരോ വേദിയിലും പെർഫോം ചെയ്യുന്നുണ്ടാവും. ഈ കട്ട പെറുക്കി വെക്കാത്ത ആൾക്കാർ എന്തുണ്ടാവും? സബ്ജക്റ്റിന് വേണ്ടി പറയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ടാവും. നമ്മുടെ വിഷൻ കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിഷൻ കറക്റ്റ് ചെയ്യാൻ, അത് ഫോർ നമ്മുടെ ബ്രെയിനിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങുക. നെക്സ്റ്റ് നമ്മളിപ്പോ ഒരു വിഷനെ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് അവിടെ. നമ്മളത് സെറ്റ് ചെയ്യാൻ പാകത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം സെൽഫായിട്ട്. പല ആൾക്കാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളൊരു വിഷണറി ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെ? ലീഡർഷിപ്പ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത്. നിങ്ങളുടെ ചിന്തയിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ അല്ലെ, നമ്മൾ മനുഷ്യർ ഇപ്പൊ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഒരു സ്റ്റാഫ് സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത്, നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് നോക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഐ എം എ ലൂസർ, നമ്മളൊരു ലൂസർ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു ലൂസർ ആണോ എന്നുള്ളത്. ആരോ വീട്ടില് ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ നമ്മള് ലൂസർ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, അല്ലെ? നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യണം നമ്മൾ ലൂസർ ആണോ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആസ് എ ലേണർ എന്നുള്ള രീതിയിൽ നമ്മളൊരു നല്ല പഠിതാവാണെന്നുള്ളത്, അല്ലെ? ഇപ്പൊ ഇവിടെ ഈ സെഷൻസ് എടുക്കുന്ന സമയത്ത്, ഇത്രയും ക്ലാസ്സുകളൊക്കെ എടുത്ത സമയത്ത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെ? നല്ല ഉഷാറായിട്ട് കൃത്യമായിട്ട് നോട്ടൊക്കെ ഭയങ്കര അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും നോട്ടൊക്കെ. അവര് നല്ല ലേണേഴ്സ് ആണ്, ഒരുപാട് ബുക്കുകൾ അവർ വായിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ഈ ലൂസറിൽ നിന്ന് ലേണറിലേക്ക് വരിക. ലേണറിൽ നിന്ന് നമ്മൾ പോകേണ്ട ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിലേക്കാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നിലെ സെൽഫായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. മറ്റുള്ളവർക്ക് ഉപകാരമല്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മളൊരു ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ നമ്മൾ ഓരോ ആൾക്കാരും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം, നമ്മൾ എവിടെയാ നിൽക്കുന്നതല്ല. നമ്മൾ ലൂസർ ആണോ, നമ്മൾ നല്ല ലേണർ ആണോ, നമ്മൾ നല്ല പ്ലെയർ ആണോ എന്നുള്ളത്
നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതുപോലെ ഒരുപാട് പ്ലെയേഴ്സിനെ ഉണ്ടാകുന്ന സമയത്താണ് അവിടെയാണ് ഒരു ലീഡർ എന്നുള്ള ഏരിയ രൂപപ്പെടുക. അല്ലെ? നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ ലീഡർ എന്നുള്ള രീതിയിൽ ഇപ്പം കബീർ സാർ ജേക്കോം കോച്ചാണ്. അദ്ദേഹം ആ ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തിയത് എവിടെയാണ്? താഴെ കുറെ ജേക്കോം ചെയർമാൻസ്, അതിന്റെ കൂടെ കുറെ ബിസിനസ്സുകാർ, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറെ പ്ലെയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അപ്പുറം നിൽക്കുമ്പോഴാണ് ലീഡർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അല്ലെ? അപ്പൊ ഇതിനകത്ത് ഓരോ ആൾക്കാരോട് ഞാൻ ഇപ്പൊ കബീർ സാർ നേരത്തെ ജേക്കോം കോച്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സാറിനെ എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഓരോ ആൾക്കാരും അങ്ങനെയാണ്. നമ്മളെ താഴെ പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ താഴെ ലേണേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ലീഡർ ആവുന്നുള്ളൂ. അല്ലാതെ ഞാൻ ലീഡറാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതിന് മുകളിൽ ഒരാൾക്കാരുണ്ട് ബിസിനസ്സിലായി നമ്മുടെ ലൈഫിലൊക്കെ, ഓർഗനൈസർ. അവരാണ് ലീഡേഴ്സിനെയും നയിക്കുക. നമ്മളെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും? ഈ ലീഡേഴ്സിനെ ഓർഗനൈസ് ചെയ്ത് നിർത്തും. ഒരുപാട് ലീഡേഴ്സിനെ വെച്ച് അവർ ഓർഗനൈസ് ചെയ്ത് നിർത്തും. നമ്മളെ ബിസിനസ്സിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലായി ഇതുപോലെ ഉണ്ട്. നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാഫിൽ ഒരുപാട് ലൂസേഴ്സ് ഉണ്ടാവും. നമ്മൾ എടുത്ത് വെളിയിൽ കളയണം. ആൾക്കാരെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ലൈഫിൽ. നമ്മൾ കട്ട് ചെയ്യേണ്ട സ്പേസുകൾ നമ്മൾ കട്ട് ചെയ്യണം. ഇത് നമ്മൾ സെൽഫായിട്ടാണ് ആ ഏരിയയിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ആവണം, നമ്മൾ മാറണം നിർബന്ധമായിട്ടും. നമ്മൾ ലൂസറിൽ നിന്ന് ലേണറിലേക്കും, ലേണറിൽ നിന്ന് പ്ലെയറിലേക്കും, പ്ലെയറിൽ നിന്ന് ലീഡറിലേക്കും, ലീഡറിൽ നിന്ന് ഓർഗനൈസറിലേക്കും നമ്മൾ എത്തണം. ഇതൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്താണ്, നമ്മൾ ഓർഗനൈസർ ഒക്കെ ആകുന്ന സമയത്താണ് ഒരു ഇന്റഗ്രേറ്റർ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വളരുക. സിഇഒ ലൈക്ക്, അല്ലെ? നമ്മുടെ ബിസിനസ്സിലായി കഴിഞ്ഞാലും ഒക്കെ ഒരു ഇന്റഗ്രേറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ, അല്ലെ? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ഇന്റഗ്രേറ്റേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നമ്മളൊരു ഓർഗനൈസർ ലെവലിൽ എത്തുന്നത് ഇന്റഗ്രേറ്റർ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വളരുക. ഇതൊക്കെ മുകളിലാണ് വിഷണറി ലീഡർ. ഇറ്റ്സ് എ വിഷണറി. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാനൊരു വിഷണറി ആയിട്ടുള്ള ആളാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കണം നമ്മുടെ വിഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മുടെ താഴെ നല്ല ഇന്റഗ്രേറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഒരുപാട് വിഷൻ സെറ്റ് ചെയ്ത് കൊണ്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ വിഷൻ നടപ്പിലാക്കാൻ പറ്റുന്ന വ്യക്തികളെ നമ്മുടെ കൂടെ കൂട്ടുകയെങ്കിൽ മാത്രമേ നമ്മളൊരു വിഷണറി ലീഡർ ആവുള്ളൂ. ഇതുപോലെ ഒരു 3-4 ഇന്റഗ്രേറ്റേഴ്സിനെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലായി കഴിഞ്ഞാലും മറ്റുള്ള ഏരിയസിലായി കഴിഞ്ഞാലും സംഘടനയിലായി കഴിഞ്ഞാലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ഒരു വിഷണറി ആയി മാറുക. നമ്മൾ ആ രീതിയിലേക്ക് മാറുന്ന സമയത്താണ് ഈ വിഷനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക, ആക്ഷൻ ആക്കാൻ വേണ്ടി സാധിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പം സെൽഫായിട്ട് നമ്മൾ ഏത് ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ജസ്റ്റ് ഫസ്റ്റ് ലൂസർ, ദെൻ ലേണർ, ദെൻ പ്ലെയർ, ദെൻ ലീഡർ, then organizer, then is an integrator, then is a visionary leader. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഞാനൊരു ലൂസർ ആണോ, ഞാനൊരു ലേണർ ആണോ, ഞാനൊരു ലീഡർ ആണോ, ഞാനൊരു പ്ലെയർ ആണോ, ഓർഗനൈസർ ആണോ, ഇന്റഗ്രേറ്റർ വിഷണറി ലീഡർ ആണോ എന്നുള്ളത്. കാരണം ഇതിനകത്ത് എനിക്കറിയാം നോർമലി ഇത്രയും രീതിയിലുള്ള ഒരുപാട് 958 സെഷനൊക്കെ കഴിയുന്ന സമയത്ത് ഒരുപാട് വിഷൻ ലെവലുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മികച്ച ട്രെയിനേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളോട് വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് 2030 എൻ്റെ വിഷനാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ നമ്മുടെ ബ്രെയിന് ചിന്തിക്കും, അല്ലെ?
നമ്മളെ ബ്രെയിനിൽ എന്താ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ആളൊന്നും അല്ല ഞാൻ, എങ്കിലും പറയണം, ഞാൻ പഠിച്ച കാര്യമാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട്. അവിടെ നമ്മുടെ ബിഫോർ ചിന്തിക്കാനും ഫ്യൂച്ചർ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന്മാരൊക്കെ ഓട്ടോമാറ്റിക്കലി 80% ഇന്നലത്തെ കാര്യങ്ങളാണ് ബ്രെയിനിൽ കൂട്ടി വെച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന ഒരുപാട് കാര്യങ്ങൾ, ഇന്നലെ നടന്ന ഒരുപാട് എല്ലാ കാര്യങ്ങളാണ് അവര് കൂട്ടി വെച്ചിട്ടുള്ളത് മനുഷ്യന്മാര്. ബാക്കി ഒരു 20% നമ്മുടെ വിഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ചില സമയത്ത് ചില ആൾക്കാരുടെ, നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അവര് പറയും അല്ലെ, 1982 അന്ന് ഞാൻ എൻ്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഇത്രയുള്ളൊരു വെളിച്ചിലുണ്ടായിരുന്നു, അവിടെ അതിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ കൃത്യമായിട്ട് നിന്നോട് ഞാൻ ആ വാക്ക് പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത്രയും കൃത്യമായിട്ട് ഓർത്തു വെക്കുക അവര്. അത് ഒരു എന്താ പറയാ, ഒരു നൂലിഴ പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല അവർ പറയുന്ന സംസാരത്തില്. ഓർത്തു വെക്കേണ്ട, മെമ്മറി വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർത്തു വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഈ 80% നമ്മൾ എന്ത് ചെയ്യണം, ഈ 20% നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. ഫ്യൂച്ചർ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വിഷനെ പറ്റിയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിഷനിലേക്ക് നമ്മൾ എത്തില്ല ഒരിക്കലും. നമ്മൾ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ബ്രെയിനിലുള്ള ഈ സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ വിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുള്ളൂ. നമ്മൾ ഒരുപാട് പഴയ കാര്യങ്ങൾ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഈ പഴയ കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്ത് മെല്ലെ പഞ്ച് ചെയ്ത് ഇപ്പുറം 20, 30, 40, 50, 60% ഇപ്പുറത്തേക്ക് തൂക്കം മാറ്റിക്കൊണ്ട് നമ്മൾ ക്ലാസ് ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് അതിന്റെ തൂക്കം സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നെങ്കിലും നമ്മളെ ഇതുപോലെ വിഷനെ പറ്റി ചിന്തിക്കാൻ പോലും, അല്ലെങ്കിൽ 2030 ഒരു വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് പോകാൻ വേണ്ടി പോലും നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മളെ ബ്രെയിൻ അതിന് വേണ്ടി തയ്യാറാവുള്ളൂ. നമ്മളെ ബ്രെയിൻ ചിന്തിക്കുന്നത് എന്താ, നമ്മൾ 2030 ഒരു 100 കോടി എന്നുള്ള അല്ലെങ്കിൽ 1000 കോടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മികച്ച ട്രെയിനർ ആവണമെന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത്, മികച്ച മാനുഷിക മൂല്യമുള്ള ഒരു വ്യക്തി ആവണമെന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക എന്താണ്, നമ്മളെ ബിഫോർ ഉള്ള കാര്യം വെച്ചിട്ടാണ്. ഈ ചങ്ങാതി കീനൊന്നുള്ള കഴിവൊന്നുമില്ല, ഓൻ പണ്ട് പരിപാടി എന്തായിരുന്നു, പിന്നെ എങ്ങനെയാണോ മികച്ച ട്രെയിനർ ആവുക. ഒരു കഴിഞ്ഞ ദിവസം കുറെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അവനൊന്നും ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. നമ്മുടെ ബ്രെയിന് ചിന്തിക്കുകയാണ്, പിന്നെ അവന് 2030 ഇന്റർനാഷണൽ ട്രെയിനർ ആവുക, അല്ലെ 2030 1000 കോടി ഉണ്ടാക്കുക. ഇപ്പോ 100ന്റെ പൈസ അവന്റെ കൈമിലില്ല. അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ വളരെ മോശമാണ്. ഈ ചിന്ത ബ്രെയിനിൽ ഇങ്ങനെ കൊടുക്കും. 2030 എന്നുള്ള 100 കോടി അല്ലെങ്കിൽ 1000 കോടി എന്നുള്ള ഒരു സാധനം കാണാൻ ബ്രെയിൻ ഇങ്ങനെ ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ഇങ്ങനെ കയറും. എനിക്കത് എത്താൻ വേണ്ടി സാധിക്കുമോ, എനിക്കതിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത അവിടെ എങ്ങനെ രൂപപ്പെടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വിഷനെ 2030 എന്നുള്ള വിഷനെ നമ്മൾ ഷോർട്ടൺ ചെയ്യണം. 2030 നമ്മളൊരു 100 കോടി എഴുതുന്ന സമയത്ത് നമ്മളത് 2027 ഡിസംബർ 31 ആവുന്ന സമയത്ത് എന്താണ് എൻ്റെ വിഷൻ എന്നുള്ളത് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ബ്രെയിന് കുറച്ചുകൂടി ഒന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു 20 കോടിയൊക്കെ ഉള്ളൂ ഒരു വർഷം കൊണ്ട് എത്തേണ്ടത്. മറ്റേത് 100 കോടി എന്ന് പറയുമ്പോൾ ഒരുപാട് സോഫാർ എന്താ പറയാ, ഒരുപാട് ദൂരാണ്. അപ്പൊ അതിന് പകരം നമ്മൾ അതിനെ ഒരു 1 ഇയറിലേക്ക് നമ്മൾ മെല്ലെ സെറ്റ് ചെയ്യണം. അതിനെ കറക്റ്റ് ആയിരിക്കണം. നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീക്ക്നെസ് എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വലൈസ്, ഐഡന്റിഫൈ. നമ്മൾ കറക്റ്റ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ വീഴ്ചകൾ, അവിടെ നമ്മൾ എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുക, എങ്ങനെയാന്നുള്ളതൊക്കെ ആ വിഷന്റെ അകത്ത് ഉണ്ടാവണം. വെറുതെ എഴുതി 100 കോടിയൊന്നും അല്ല 200 കോടിയൊന്നും എഴുതി വെച്ചാൽ പോരാ. അതെത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ റോഡ് മാപ്പ് അവിടെ ഉണ്ടാവണം. നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഒരു വര വരച്ചതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടൊരു പാലം നമ്മൾ പണിയണം കൃത്യമായിട്ട്. ഈ പാലം നമ്മൾ അങ്ങോട്ടല്ല പണിയുന്നത്, നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാണ് പണിയുന്നത്. അവിടെ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുക.
റോഡ് മാപ്പ് സെറ്റ് ചെയ്യുക. നമ്മൾ ഒരു കൊല്ലം നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് കഴിഞ്ഞ് മെല്ലെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഈ 1 ഇയറിനെ നമ്മൾ 90 ഡേയ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. 90 ദിവസം, 90 90 90 90 ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതിനെ. അപ്പം ബ്രെയിനിന് കുറച്ചുകൂടി മനോഹരമായിട്ട് ഫീൽ ചെയ്തു. ബ്രെയിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയാണല്ലോ, ഇത് വലിയ ദൂരമൊന്നുമില്ല, ഒരു 8 കോടിയൊക്കെ ഉള്ളൂ അല്ലേ, അതിന്റെ അടുത്തതിൽ ഒരു 12 കോടി, അതിന്റെ അടുത്തതിൽ ഒരു 16 കോടി, അതിന്റെ അടുത്തതിൽ 20 കോടി, ഈസി ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കല്ലോ എന്നുള്ളത് നമ്മുടെ ബ്രെയിന് പറഞ്ഞു തുടങ്ങും. ഇതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, വീക്കിലി ആക്കുക. 13 ആഴ്ചയുള്ള ലെവലിലേക്ക് നമ്മൾ അതിനെ മാറ്റുക. ഓരോ ആഴ്ചയിലും ഞാൻ എവിടെ എത്തണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക. വീണ്ടും ഇതിനെ ഒരു ദിവസമായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു ദിവസത്തില് അതിനകത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇന്ന് ടുഡേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുക. ഇങ്ങനെ കൃത്യമായ ഒരു റോഡ് മാപ്പ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് പറയും കുഴപ്പമൊന്നുമില്ല, അവനെത്താൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞ ചിന്തയൊക്കെയായിട്ട് ഒഴിവാക്കും. ഇവനെത്തിപ്പിടിക്കാൻ പറ്റുന്ന പരിപാടിയുള്ളൂ ഇത് എന്നുള്ള ഒരു തോട്ടിലേക്ക് അത് മൂവ് ചെയ്യും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഇംപ്ലിമെന്റേഷനിലെ ആക്ഷനിൽ നമ്മൾ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അത് ഇത്രയും വലിയൊരു സാധനമാണ് എഴുതി വെക്കുക. നമ്മൾ ബ്രെയിനിന്റെ ഏറ്റവും ഇതെന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിലേക്കാണ് അടുക്കുക. അപ്പോൾ അതിനെ ഒന്ന് മെല്ലെ താഴോട്ട് കൊണ്ടുവന്ന് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു റോഡ് മാപ്പ് പോലെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന പോലെ ഒറ്റയടിക്ക് എന്തായാലും അല്ലെ, നമ്മളിപ്പോ എറണാകുളത്ത് നല്ല ആൾക്കാരുണ്ട്, എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് വരിക എങ്ങനെയാണ്, ഒറ്റയടിക്ക് എറണാകുളത്ത് നിന്ന് വയനാട് എത്താൻ പറ്റില്ല. അവിടെ നിന്ന് നേരെ ആദ്യം അങ്കമാലി, അതിലൂടെ ഇങ്ങനെ തൃശ്ശൂർ വന്ന് കുറച്ചു നേരം സ്റ്റേ ചെയ്തു, തൃശ്ശൂരിൽ നിന്ന് പിന്നെ നേരെ കോഴിക്കോട് വന്ന് സ്റ്റേ ചെയ്തു, കോഴിക്കോട് താമരശ്ശേരി വന്ന് സ്റ്റേ ചെയ്തു, താമരശ്ശേരിയിൽ നിന്ന് പിന്നെ വയനാട് എത്തി. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ആ ഒരു റോഡ് മാപ്പ് വരുന്നത് വയനാട്ടിലോട്ടുള്ള. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിഷനിലേക്കുള്ള റോഡ് മാപ്പ് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വിഷൻ എന്നുള്ളത് നമ്മുടെ ബ്രെയിനിലേക്ക് കയറുകയും നമ്മളത് യാഥാർത്ഥ്യമാവുകയും നമ്മൾ ഈ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ പ്രകൃതി പോലും അതിനു വേണ്ടി നമ്മളിലേക്ക് തയ്യാറെടുത്ത് വരികയും ചെയ്യുക. എനിക്ക് തോന്നുന്നു ഏകദേശം സമയമായി തോന്നുന്നു. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 7:45 എൻ്റെ അടുത്ത് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഉള്ളൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി കൃത്യമായി നമുക്ക് അവിടെ എത്താൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ. ഇതുപോലെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു നല്ല നേതാവ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരാനിരിക്കുന്ന മാറ്റങ്ങളും സാധ്യതകളും മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളായിരിക്കണം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, ഭാവിയിൽ എവിടെ എത്തണം, അവിടെ എങ്ങനെ എത്തിച്ചേരണം എന്ന് വ്യക്തമായി നിർവചിക്കുന്ന ഒന്നാണ് ലീഡർഷിപ്പ് വിഷൻ. വെറുമൊരു പുസ്തകത്തിലെ അല്ലെങ്കിൽ ഒരു സെഷനിലെ അറിവിനേക്കാൾ അപ്പുറം സ്വന്തം ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു യഥാർത്ഥ വിഷനറി ലീഡർ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങയുടെ ഇൻസ്പയറിംഗ് വേർഡ്സ് പങ്കുവെക്കലിന് ഹൃദയം നിറഞ്ഞ നന്ദി. നൗ വി ആർ ഗോയിങ് ഫോർ ഫീഡ്ബാക്ക് ഒക്കെ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകൾ പറയണം. പലർക്കും ജോലിയൊക്കെ ഉള്ളതാണ്. കൂടുതൽ സമയം എടുക്കാതെ തന്നെ എല്ലാവരും ഫീഡ്ബാക്ക് പറയാം. ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. പറഞ്ഞോളൂ മാം, ബിന്ദു മാം പറഞ്ഞോളൂ. വളരെ നല്ലൊരു സെഷനായിരുന്നു ബിനീഷ് സാർ. കാരണം ഇത് ശരിക്കൊരു ഐ ഓപ്പണിംഗ് ആണ്. നമ്മളൊക്കെ പലപ്പോഴും ഞാനൊക്കെ ഓരോ വർഷത്തിന്റെ തുടക്കത്തിലും ഓരോന്ന് മനസ്സിലിങ്ങനെ ആവണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ആ മാസം കഴിയുമ്പോൾ തന്നെ പലപ്പോഴും അത് എവിടെ എത്താതെ അവസാനിപ്പിക്കുന്ന ഒരാളാണ്.
അപ്പൊ അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ ചെയ്തു നോക്കുന്നതാണ്. വളരെ നല്ലൊരു സെഷനായിരുന്നു. കാരണം നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളത് കൃത്യമായൊരു നിർവചനം, നമ്മളെ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്ന് പറയില്ലേ, അത് തന്നെ ശരിക്കും നല്ലത്. താങ്ക് യു സർ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ജേക്കബ് സാർ, മ്യൂട്ടാണ് സാർ. വളരെ നല്ലൊരു സെഷനായിരുന്നു ബിനീഷ് സാറിന്റെ. ബിനീഷ് സാറിന്റെ പ്രത്യേകത ധാരാളം ഇൻപുട്ട് ഓരോ ദിവസവും ആർജിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ്. പലപ്പോഴും എല്ലാ ദിവസവും ക്ലാസ്സുകൾ കേൾക്കുകയും ധാരാളം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അതൊരു നല്ലൊരു മാതൃകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിലേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പം നിറവിന്റെ അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ മുത്തുകൾ പോലുള്ള ധാരാളം ആശയങ്ങൾ ഞങ്ങൾക്ക് പകർത്താൻ പറ്റും. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ദീപു സാർ, വളാഞ്ചേരിയിൽ നിന്ന് ദീപു. നമസ്കാരം. ഇന്നത്തെ സെഷൻ നമ്മൾ ഒരുപാട് സെഷൻ ഏകദേശം 900 അടുത്തപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും വന്ന് പറഞ്ഞു പോയാലും കേൾക്കാൻ നമ്മുടെ റോഡ് മാപ്പ് ആയാലും നമ്മുടെ വിഷൻ ആയാലും അത് സെറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസൈറ്റ് വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന് ബിനി സാറിന് ഒരു ബിഗ് സല്യൂട്ട്. നന്നായിരുന്നു സെഷൻ, വളരെയധികം ഉഷാറായിരുന്നു. നമുക്ക് ഒരുപാട് പോയിന്റ്സ് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ദീപ് സാർ, താങ്ക് യു വെരി മച്ച്. സൂസൻ മാം പറഞ്ഞോളൂ. യെസ്, ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ല ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. ബിസിനസ് മേഖല മാത്രമല്ല, പേഴ്സണൽ ലൈഫിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് വളരെ ബെനിഫിഷ്യൽ തന്നെയാണ്. കാരണം നമ്മൾ ഗോള് സെറ്റ് ചെയ്ത്, വിഷൻ ഉണ്ടായി ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ദിവസത്തേക്ക് വരെ കൊണ്ടുവരുന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്. വാല്യുബിൾ സെഷൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സൂസൻ മാം. ഹേമ മാം തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞോളൂ. താങ്ക് യു അനിൽ സാർ. ബിനീഷ് സാർ, ഞാൻ ഹേമചന്ദ് പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷൻ ആയിരുന്നു. സൂപ്പർ സെഷൻ, സൂപ്പർ ക്ലാരിറ്റി. അതോടൊപ്പം നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ എപ്പോഴും നല്ലൊരു ക്ലാരിറ്റി ഉള്ള മൈൻഡ് സെറ്റ് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും നമ്മൾ ചെയ്യുന്നതിൽ ആ ഒരു സാർ പറഞ്ഞൊരു വിഷനും മിഷനും സൂപ്പർ, അത് നമ്മൾ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. താങ്ക് യു. താങ്ക് യു ഹേമ മാം. രാധാകൃഷ്ണൻ സാർ. ബിനീഷ് സാർ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. വളരെയധികം എന്താ പറയുക, നമ്മുടെ കുറവുകൾ നമ്മൾ ഇപ്പോൾ സാർ ഇതിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ കേൾക്കും, കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി കുറിച്ച് വെക്കും, കുറെ പുസ്തകങ്ങൾ വായിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒന്നിലേക്കും ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല എന്ന് പറഞ്ഞ ആ ഒരു വേർഡൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്നതാണ്. അപ്പോൾ കുറവുകളെ എല്ലാം, പോരായ്മകളെ നികത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. സാറിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ക്ലാസ്സിൽ ഓരോ വാക്കുകളും പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിലേക്ക് തട്ടുന്ന തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് ആയിരുന്നു. നല്ല ക്ലാസ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. അമ്പി ടീച്ചർ പറഞ്ഞോളൂ. താങ്ക് യു സാർ. വളരെ ബിനീഷ് സാറേ, നല്ലൊരു സെഷനായിരുന്നു. ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാലേ എത്ര പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണെന്ന് അറിയോ. അതിങ്ങനെ നമ്മൾ ഒരുപാട് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും മിഷനെ കുറിച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ലേൺ ചെയ്യുക. നമ്മൾ ഓരോ ഫെയിലിയർ വരുമ്പോഴും നമ്മൾ അതിനകത്ത് നിന്ന് ലേൺ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നേറാൻ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ലൂസർ എന്താണ്, ലേണർ എന്താണ്, ലീഡർ എന്താണ്, ഓർഗനൈസർ എന്താണ്, ഇന്റഗ്രേറ്റർ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് സാർ, വളരെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? പറഞ്ഞോളൂ. വളരെ ഇൻസ്പയറിംഗ് വേർഡ് എന്ന് പറഞ്ഞാല്, സാധാരണ നമ്മള് ആ ഒരു പതുക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആ പോക്കിട്ടല്ല, ആ ഒരു പോക്ക്, ആ റോഡ് മാപ്പ്, സാറിന്റെ വാക്കിലും ആ റോഡ് മാപ്പ് ഇങ്ങനെ കാണാം, ആ സ്റ്റെപ്പ് ഇങ്ങനെ പോവുകയാണ്, നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ലക്ഷ്യത്തിലേക്ക്. 2030 നമ്മളെ മനസ്സിൽ കണ്ടു എന്നുള്ളതാണ്. വളരെ അടിപൊളി സെഷൻ ആയിരുന്നു സാർ. ആ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, ആ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സാധനം, അത് നമുക്കൊരു പുതിയ വിവരമാണ്. അടിപൊളി സെഷൻ ആയിരുന്നു. എന്തായാലും ഞാൻ തീരുമാനമെടുത്തു, ഈ നോട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്, ഈ കോഫി ടോക്കിന്റെ. എന്തായാലും 2028-29 ഒരു ട്രെയിനർ ആവണം എന്നുള്ള നല്ലൊരു ആഗ്രഹം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. സാറിന്റെ ഒരു ക്ലാസിന്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ്. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഗുഡ് മോർണിംഗ്, ഷാദുലിയാണ്. പറഞ്ഞോളൂ ഷാദുലി. വിനീഷ് ചേട്ടനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ 2-3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു എനർജിയും ലീഡർഷിപ്പ് ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാന്. അപ്പോ എന്തായാലും ഈ ഒരു സെഷൻ ഭയങ്കരമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുണ്ട്. യജി സാറൊക്കെ 2029 വരെ ട്രെയിനർ ആവാനുള്ള പ്ലാനിങ് ഇതോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു വിജയമാണെന്നാ പറയുന്നത്. താങ്ക് യു സോ മച്ച് വിനീഷ് ചേട്ടാ. താങ്ക് യു ഷാദുലി ഭായ്, താങ്ക് യു വെരി മച്ച്. ബിനീഷേട്ടന്റെ നമ്പർ മനോജേട്ടാ, ബിനീഷേട്ടന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോ, ഒന്ന് ചെയ്യാം. ശരി, ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാ ഫീഡ്ബാക്ക് പറയുന്നത്? ആരുമില്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. റീന മാം. നല്ല വെരി എക്സലന്റ് സെഷൻ ആയിരുന്നു സാർ. മിഷനെയും വിഷനെയും കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു സ്മോൾ സ്റ്റെപ്പ് തുടങ്ങി ബിഗ് സ്റ്റെപ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫെയിലിയർ ആയാലും നെവർ ക്വിറ്റ്, സാർ പറഞ്ഞതുപോലെ നല്ലൊരു സെഷൻ ആയിരുന്നു. കൺഗ്രാജുലേഷൻ സാർ. താങ്ക് യു റീന മാം, താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? 1-2 പേർക്ക് കൂടെ പറയാം, അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വിസ് മത്സരത്തിലേക്ക് പോകാം. ക്വിസ് മത്സരം, ഇതിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. എല്ലാ സെഷനിലും ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം നൽകുക. ഓരോ റൈറ്റ് ആൻസർ നൽകുന്നവരും ആദ്യം റൈറ്റ് ആൻസർ നൽകുന്നവർ സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ ഓണർ ചെയ്യുന്നു. അതിനുശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നത് ആരാണോ അവര് സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുരളിയേട്ടനും ശ്രീജന ടീച്ചറും 100 പോയിന്റ് വീതം നേടി മുന്നിൽ നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇന്നത്തെ ഈ സെഷനിലും ഈ ഫ്ലോറിലും വീണ്ടും ക്വിസ് മത്സരത്തിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിലൂടെ ചോദിച്ച ഉടനെ തന്നെ എത്രയും ഫാസ്റ്റ് ആയിട്ട് ആരാണോ ആൻസർ നൽകുന്നത് അവരായിരിക്കും വിന്നർ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനിപ്പോ തന്നെ ചാറ്റ് ബോക്സിൽ അതിൽ ചോദ്യം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് രക്തഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയാണ്? എന്താണ് ഓ ഓ ഓ ഓ ഓ അതിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കണം. ആ ഓപ്ഷൻസ് വായിച്ചിട്ട്, അതായത് അത് ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് എന്താണ് അത് വ്യക്തമായിട്ട് നോക്കിയിട്ട് തന്നെ എഴുതണം. ഇതില് ഓ രഞ്ജിത്ത് മാർക്കോസ് OP കൃത്യമായിട്ട് അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് AB പോസിറ്റീവ്, A പോസിറ്റീവ്, O നെഗറ്റീവ്, B നെഗറ്റീവ്. അപ്പോൾ ABCD എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിനോദ് കുമാർ C, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ശരിയായ ഉത്തരം O നെഗറ്റീവ് ആണ്. അതിൽ ആൻസർ ചെയ്തിരിക്കുന്നത് ആദ്യം O ചെയ്തിട്ടുണ്ട്, പിന്നെ OP ചെയ്തിട്ടുണ്ട്. ഉദ്ദേശിച്ചത് O പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഈ ഓപ്ഷൻ തന്ന് അതിൽ നിന്ന് എഴുതാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വിനോദ് കുമാർ സാറിന് പ്രൈസ് കൊടുക്കേണ്ടി വരും. C ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, O നെഗറ്റീവ്. കൺഗ്രാറ്റുലേഷൻസ് വിനോദ് സാർ. അപ്പോ വിനോദ് സാർ കേൾക്കുന്നുണ്ടോ? താങ്ക് യു സർ. വിനോദ് സാറിന് ഒരു റോൾ കൂടെ ഉണ്ട്. സമ്മാനം വാങ്ങിയാൽ മാത്രം പോരാ, ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് താങ്കളാണ് പറയേണ്ടത്. അപ്പൊ ട്രെയിനർ ബിനേഷ് സാർ ഉണ്ട്, പിന്നെ സാധാരണ നമ്മളെല്ലാവരും തന്നെയാണ്. ഓക്കെ കൺഫ്യൂഷൻ ആക്കിയത് ഓ പോസിറ്റീവ് എന്നുള്ളതാണ്.
അത് കുഴപ്പമില്ല. ഇത് ഒരു നേരം പോക്കല്ല ടീച്ചറെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പുതിയ പുതിയ ആൾക്കാർ വിന്നർ ആവുന്നത് കുറച്ചും കൂടെ സന്തോഷം നൽകുകയാണ് നമുക്ക്. രഞ്ജിത്ത് മാർക്കോസ് സാറൊക്കെ ഇതിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ വേറൊരാളെ, പുതിയൊരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മാറ്റി നിർത്തിയെന്ന് വേണമെങ്കിൽ കരുതാം. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഹെൽത്തി ആയിട്ട് പോകണം നമ്മൾ. ഓക്കെ, അപ്പൊ വിനോദ് സാർ, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ, താങ്ക് യു മനോജ് സർ ഫോർ ദി വണ്ടർഫുൾ പ്രിവിലേജ്. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ, ബിനീഷ് സർ. ഏതായാലും നമുക്കറിയാം, നമുക്ക് 958 ദിവസം അല്ലെ ഇന്ന്. നമുക്ക് 1001 രാവുകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിക് ആയത് 1001 കഥകൾ രാവുകളിൽ പറഞ്ഞിട്ടായിരുന്നു. നമ്മളിപ്പോൾ 958 കഥകളല്ല, ഉപകഥകളായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഒരുപാട് ആൾക്ക് ജീവിതത്തിൽ ഒരുപാട് സിസ്റ്റമാറ്റിക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷണൽ പ്രോഗ്രാം കൂടിയാണിത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് നമുക്ക് ഇതിന്റെ പയറിയർ അല്ലെ, നമുക്ക് ഹിഷാം ഹൈദർ സാർ. കരിങ്ങന്റെ ഐഡിയ മനസ്സിൽ രൂപപ്പെടുകയും അത് പ്രാക്ടീസ് ചെയ്ത് അത് പ്രാക്ടിക്കലായി കൊണ്ടുവരികയും ചെയ്ത ഹിഷാം ഹൈദർ സാർ നമ്മൾ ഓർമ്മയ്ക്കാണ് നന്ദി പറയുകയാണ്. പിന്നെ അതിൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചെയർമാൻ ഈ 958 ദിവസം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മനോജ് സാറിന്റെ പ്രസൻസ് ഉണ്ടാവും, അങ്ങനെ തോന്നുന്നത്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യായിരിക്കും, ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും, ചിലപ്പോൾ നടക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഇതിൽ ഒരു പ്രസൻസ് കാണിക്കുന്ന മനോജ് സാറിന് ആദ്യമായി നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ബിനീഷ് സാർ നന്ദി പറയുന്നു. പിന്നെ നമുക്കിതിലെ പിന്നെ എല്ലോ പ്രസിഡൻസ് അല്ലേ, നിതിൻ നാരായൺ സാർ, മറ്റാരായിരുന്നു സാർ മനോജ് സാറേ, ഞാൻ പെട്ടെന്ന് എല്ലോ പ്രസിഡന്റ്. അതേപോലെ നമ്മുടെ ഒരു ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്ന് പറയാൻ പാകത്തിലുള്ള നമ്മുടെ ശ്രീജിത്ത് സാർ, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, നല്ലൊരു പ്രസൻസ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ നമ്മുടെ രേഖ മാം, അതേപോലെ മുജീബ് സർ, അങ്ങനെ എല്ലാവർക്കും. അതുപോലെ ഇതിൽ എല്ലാ ദിവസവും രാവിലെ കൃത്യമായി എഴുന്നേറ്റ് വന്ന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന നമ്മളുടെ പാർട്ടിസിപ്പൻസ്, അങ്ങനെ എല്ലാവർക്കും. അതുപോലെ ഈ അവസരം തന്ന നമുക്ക് ഒരു ഭാഗ്യത്തിന് ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്യാണ് ഈ ശ്രീജന മേഡത്തെയും ശ്രീ സാറിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ്. അത് ഒരു ദിവസമാണ്, ഓരോരുത്തരുടെ ദിവസമുണ്ട്. നമ്മൾ കുറേ ട്രൈ ചെയ്താലും അത് എപ്പോൾ കിട്ടണമെന്നില്ല. അതെല്ലാം ഓരോ ദിവസം എന്ന് പറയും പോലെ അത് ഇന്ന് എൻ്റെ ദിവസമാണെന്ന് കാണുന്നു, ഫോർ ദി ഡേയ്സ് ഓഫ് ഗോഡ്. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഈ ഓർഗനൈസേഷനോടും അതുപോലെ ഈ ഒരു പ്രോഗ്രാമിനോടും അതുപോലെ എല്ലാവരും ദൈവത്തോടൊപ്പം നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക്സ് അലോട്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു വോട്ട് ഓഫ് താങ്ക്സ് നമ്മൾ കേട്ടു. ഇനി നമ്മളുടെ ട്രെയിനർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട്, അസീസ് വിളംബരത്തിന്റെ ഒരു മെസ്സേജ്. അദ്ദേഹം പത്രവിതരണം നടത്തുമ്പോഴും ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ മെസ്സേജ് ഇതിലേക്ക് ആ ട്രെയിനറോടുള്ള ഒരു കടപ്പാടാണ് അദ്ദേഹത്തിന് ഈ വാക്കുകൾ കാണുന്നത്. മായ്ച്ചു കളയാൻ പറ്റാത്ത കാഴ്ചപ്പാടുകൾ തീർച്ചപ്പെടുത്തി മുന്നേറിയാൽ മാത്രമേ കാഴ്ച നിൽക്കുന്ന ഫലവൃക്ഷം പോലെ അർത്ഥപൂർണമായ ജീവിതം ആർജിച്ചെടുക്കാൻ കഴിയൂ എന്ന മനോഹര ചിന്ത നൽകി ഇന്നത്തെ പ്രഭാതം പ്രസന്നമാക്കിയ ബിനീഷ് സാറിന് വിനീതമായ സ്നേഹം അറിയിക്കുന്നു അസീസ് വിളംബരം. വളരെ മനോഹരമായ മെസ്സേജുകൾ. ഇതൊക്കെ നമ്മൾ രാവിലെ വായിച്ചപ്പോൾ തന്നെ ഇൻസ്പയർ. ഒരു വലിയ ഒരു ഹാറ്റ്സ് ഓഫ് സാല്യൂട്ട്. കാരണം എല്ലാ വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യും. ഒരിക്കലും നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. അത്രയും നല്ലൊരു സപ്പോർട്ട്, അതുപോലെ നല്ലൊരു ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ് അങ്ങനെ ഉണ്ടായെടുക്കുന്നത്. അതെല്ലാവരും കഴിയണമെന്നില്ല. ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്താണ് ആ വാക്കുകൾ എപ്പോഴും ചിട്ടയായി വരുന്നത്. അദ്ദേഹം ഒരു നിമിഷ കവിയാണ്. കുഞ്ഞുണ്ണി മാഷ്ക്ക് ശേഷം കേരളം കണ്ട ഒരു നിമിഷ കവി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയും നല്ലൊരു കലാകാരൻ, നന്നായി പാട്ട് പാടും, അതുപോലെ അത്യാവശ്യം പ്രസംഗിക്കും, എഴുതും, എല്ലാ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. അസീസ് സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മൾ 7 മണിക്ക് തുടങ്ങിയിട്ട് 8 മണിക്ക് അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറാണ് നമ്മുടെ സെഷൻ സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ 8 മണി അല്ലെങ്കിൽ 1 മിനിറ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ഗ്രാമത്തിൽ ഭയങ്കര വരൾച്ച അനുഭവപ്പെട്ടു. ആൾക്കാരെല്ലാവരും കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമായി നെട്ടോട്ടം ഓടുമ്പോൾ ആ ഗ്രാമത്തിലെ മൂത്ത നേതാവായ മാധവൻ ഗ്രാമ അതിർത്തിയിലെ വെയിലേറ്റ് വരണ്ടുണങ്ങിയ പാറക്കുന്നിലേക്ക് നടക്കുകയാണ്. അദ്ദേഹം അയാളുടെ കൂടെയുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു, നമുക്ക് ഈ കുന്നിൻ മുകളിൽ വലിയൊരു കുളം കുഴിക്കുകയും ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട ഗ്രാമവാസികൾ അദ്ദേഹത്തെ പരിഹസിച്ച് ചോദിച്ചു, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ആളുകൾ വലയുമ്പോഴാണോ താങ്കൾ ഈ കുന്നിന്റെ മുകളിൽ പോയിട്ട് മരം നടുന്നത്?
ഈ തൈകൾ വളർന്ന് വലിയ മരമാകാൻ വർഷങ്ങൾ എടുക്കും. അന്ന് ഇതൊക്കെ കാണാൻ നിങ്ങൾ ജീവനോട് കാണുമോ എന്ന് ചോദിച്ചു. മാധവൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല തണലുകളും പണ്ട് ആരോ നട്ട മരങ്ങളുടേതാണ്. എന്റെ ആയുസ്സിൽ ഈ മരങ്ങളുടെ തണലിൽ ഇരിക്കാനോ കായ്കൾ തിന്നാനോ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നാളെ നമ്മുടെ മക്കൾ കടുത്ത വെയിലിൽ തളരുമ്പോൾ അവർക്ക് തണലേകാൻ ഈ മരങ്ങളും അവരുടെ ദാഹം മാറ്റാൻ ഈ കുന്നിലെ വെള്ളവും ഉണ്ടാകും. ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാത്രമല്ല, നാളത്തെ തലമുറയ്ക്ക് വഴികാട്ടുന്നതാണ് ഒരു നേതാവിന്റെ കടമയെന്ന്. ആ വാക്കുകളിലെ ദൂരക്കാഴ്ച ഗ്രാമവാസികളുടെ കണ്ണ് തുറപ്പിച്ചു. എല്ലാവരും ഒരുമിച്ച് അധ്വാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മാധവൻ എന്ന നേതാവ് ഓർമ്മയായെങ്കിലും ആ വരണ്ട കുന്നിൽ നിന്ന് വലിയൊരു പച്ചപ്പണിഞ്ഞ വനമായി മാറി. നാട് മുഴുവൻ വരൾച്ചയിൽ ഉരുകിയപ്പോഴും ആ കുന്ന് ദീർഘവീക്ഷണത്തിന് നന്ദി പറഞ്ഞു. ഒരു സാധാരണ നേതാവ് ഇന്നത്തെ നേട്ടങ്ങളെയും കയ്യടികളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിഷനറി ലീഡർ വരാനിരിക്കുന്ന തലമുറയുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നു. സ്വന്തം സാന്നിധ്യമില്ലാത്ത കാലത്തും മറ്റുള്ളവർക്ക് തണലേകാൻ കഴിയുന്ന ദൂരക്കാഴ്ചയാണ് യഥാർത്ഥ കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCA നിലമ്പൂർ, ഗോൾഡൻ വാലി, ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽ ഫെയർ അഡ്ജന്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു ഓൾ പാർട്ടിസിപ്പൻസ്. താങ്ക് യു സാർ. റെക്കോർഡിങ് ഒന്ന് അയക്കി വെക്കണേ. മാനേജറുടെ റെക്കോർഡിംഗ് ഓഫ് ആയിക്കളെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ഞാൻ പോയിട്ട് അയക്കാന്ന്. ഉസ്മാൻ മാനേജറുടെ മ്യൂട്ടാണ്. ഭായ്